ഇതാണ് സെയിന്റ് ഇഗ്നേഷ്യസ് ലോയോലയുടെ നാമത്തിലുള്ള റോമിലെ ദേവാലയം. 17-ാം നൂറ്റാണ്ടിലാണ് ഈ ദേവാലയം പണി കഴിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ദേവാലയം പണി കഴിപ്പിക്കപ്പെടുന്നതിന് മുൻപ് ഇത് റോമൻ കോളേജിന്റെ ചാപ്പലായിരുന്നു. ആ റോമൻ കോളേജ് പിന്നീട് ഇവിടുന്ന് മാറ്റുകയും അത് ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റി ആയി മാറുകയും ചെയ്തു. ഗ്രാമർ, ഹ്യൂമാനിറ്റീസ്, ക്രിസ്ത്യൻ ഡോക്ട്രിൻസ് ഇതൊക്കെ പഠിപ്പിച്ചിരുന്ന ഒരു കോളേജായിരുന്നു റോമൻ കോളേജ്. ഇപ്പോൾ അത് കാത്തലിക് യൂണിവേഴ്സിറ്റിയാണ്. ഈ ദേവാലയം പ്രത്യേകിച്ച് ശ്രദ്ധ ആകർഷിക്കുന്നത് ഇതിന്റെ റൂഫിലെ പെയിന്റിങ്ങുകൾ കൊണ്ടാണ്. അന്ത്രയ പോത്സോ എന്ന ഒരു ജെസ്യൂട്ട് ബ്രദറാണ് ഈ റൂഫിലെ പ്രസിദ്ധമായ പെയിന്റിങ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് ഉയർന്നു പോകുന്ന കുറേയേറെ ചിത്രങ്ങൾ ആണ് ഇതിന്റെ പ്രത്യേകത. യഥാർത്ഥത്തിൽ ഇത് ഇഗ്നേഷ്യസ് ലയോളയുടെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തെയാണ് സൂചിപ്പിക്കുന്നത്. കുറേയേറെ തൂണുകളും ജനലുകളും ഒക്കെ ഈ റൂഫിൽ നമുക്ക് കാണാം. ഇതിലേതാണ് വരയ്ക്കപ്പെട്ടത്, ഏതാണ് ആർക്കിടെക്ചറിന്റെ ഭാഗമായിട്ടുള്ളത് എന്ന് തിരിച്ചറിയാനാകാത്ത വിധമാണ് ഇതിന്റെ നിർമ്മിതി. ചിത്രരചനയുടെ പ്രത്യേകത കൊണ്ട് തന്നെ ഒരു 3D ഇഫക്റ്റ് നൽകാനായിട്ട് ചിത്രകാരന് സാധിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ദേവാലയത്തിന് റൂഫ് ഇല്ലാത്തതുപോലെ മുകളിൽ ആകാശവും മേഘവും അതിലൂടെ ഉയർന്ന് മുകളിലേക്ക് പോകുന്ന ഒരുപാട് ആളുകളെയും നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. അന്ത്രയ പോത്സോയുടെ ഈ പെയിന്റിങ് കാണാനായും ഈ റൂഫിന്റെ നിർമ്മിതി ആസ്വദിക്കാനായും ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരാറുണ്ട്. അവർക്ക് അത് വ്യക്തമായി കാണാൻ പാകത്തിന് ഒരു കണ്ണാടി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ദേവാലയത്തിന്റെ നടുവിലുള്ള ഈ കണ്ണാടിയിൽ ഈ ചിത്രം പ്രതിഫലിച്ച് കാണുന്നത് വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. ദേവാലയം പണി പൂർത്തിയാക്കാനായി ഒരു ക്യൂപ്പള കൂടി നിർമ്മിക്കേണ്ടിയിരുന്നു. പക്ഷേ ഫണ്ടിന്റെ അഭാവം മൂലം അത് സ്ഥാപിക്കാനായിട്ട് നിർമ്മാതാക്കൾക്ക് സാധിക്കാതെ വന്നപ്പോൾ അന്ത്രയ പോത്സോ തന്നെ അവിടെ വരച്ചു ചേർത്തു. ദേവാലയത്തിന്റെ മധ്യത്തിൽ നിന്ന് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഒരു ക്യൂപ്പള ഉള്ളതായി തോന്നുമെങ്കിലും അതിന് നേരെ താഴെ നിന്ന് നോക്കുമ്പോൾ അതൊരു ക്യാൻവാസ് പെയിന്റിംഗ് ആണ് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഒരു കോൺകേവ് പ്രതലത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു ക്യാൻവാസ് പെയിന്റിംഗ് മാത്രമാണ് ക്യൂപ്പള പോലെ തോന്നുന്ന ദേവാലയത്തിന്റെ ഈ ഭാഗം. ദേവാലയത്തിന്റെ വലതുഭാഗത്ത് കാണുന്ന ഈ ചാപ്പലിലാണ് അലോഷ്യസ് ഗോൺസാഗയുടെയും റോബർട്ട് ബെല്ലാർമിന്റെയും കബറിടം. ഈ ദേവാലയത്തിൽ തന്നെയാണ് ഗ്രിഗറി 15-ാമന്റെ കബറിടവും. ഇതാണ് ജോൺ ബെർക്കുമാൻസിന്റെ കബറിടം. അൾത്താരവാലന്മാരുടെ മധ്യസ്ഥനായ ജോൺ ബെർക്കുമാൻസ് ഒരു ജെസ്യൂട്ട് സെമിനാരിയനായിരുന്നു.